നമ്മുടെ കൂടെയുള്ളത് കിസ്മാൻ ഓഫ് കേരള സ്നേഹ് സാറാണ്. ക്വിസ് എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ കളി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് നമുക്ക് ഈ കളിയിൽ വിജയവും അതുപോലെ തന്നെ പരാജയവും ഉണ്ട്. അപ്പോൾ ഇതിൽ ജയിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു മനോഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും വീണ്ടും അറിവ് തേടണം, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവണം എന്നൊരു മെൻറ്റാലിറ്റി ഉണ്ടാവും. പക്ഷേ ഇതിൽ തോൽക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഇവർ തോറ്റുപോയല്ലേ എന്നുള്ളൊരു നിരാശയോടുകൂടി പിന്മടങ്ങുന്ന ഒരു സംഗതി കാണുന്നുണ്ട്. അതുകൂടാതെ അവർ ചിലപ്പോൾ ഇമ്പ്രൂവ് ആവുന്ന ഒരു പെർസെൻറ്റേജ് ഒരു 25 ഒക്കെയാണ് നമുക്ക് സാധാരണ അതിൽ കാണാൻ പറ്റുന്നത്. സോ അങ്ങനെ പിന്നിലേക്ക് മാറാതെ അവരെ പ്രചോദിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്ക് അറിവ് കൂട്ടി മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് വരുത്താനായിട്ട് ക്വിസിൻ്റെ ഒരു അനന്ത സാധ്യതകളെക്കുറിച്ച്. നമസ്കാരം. ക്വിസ് എന്ന കളിയിലെ സാധ്യതകളാണ് ഈ സമയത്ത് ചുരുങ്ങിയ സമയത്ത് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യത്തിലൂടെ തന്നെ തുടങ്ങി. ക്വിസ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും കുറേ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആരും ശ്രദ്ധിക്കാറില്ല, ചിന്തിക്കാറില്ല, ചോദിക്കാറില്ല. പക്ഷേ ഈ കളിയുടെ സാധ്യതകളെക്കുറിച്ച് കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ സ്റ്റേറ്റ്സിലൊക്കെ ഇതിൻ്റെ ഗവേഷണങ്ങൾ ക്വിസ് എന്ന കളിയുടെ കുട്ടികൾക്ക് വേണ്ടി ഇത്തരം സാധ്യതകൾ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നത് നന്നായിട്ട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ ഇത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ തോൽവി എന്ന് പറയുമ്പം നമ്മൾ ഈ ജീവിതത്തെ ഏത് ടൈം ഫ്രെയിമിൽ കാണുന്നു എന്നുള്ളതാണ് തോൽവി ജയം എന്നതിൻ്റെ പേഴ്സ്പെക്റ്റീവ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് ആ നിമിഷ നേരം കൊണ്ടുള്ള തോൽവിയായിരിക്കും ഒരുപക്ഷെ ആകെ തളർത്തുന്നത്. നേരെ മറിച്ച് ചില കുട്ടികൾക്ക് ജീവിതത്തിൻ്റെ ടൈം ഫ്രെയിം കാണുന്നതിനനുസരിച്ച് ഇപ്പോഴുള്ള ഈ തോൽവി ഒരു തോൽവിയല്ല എന്നും ഇതിനെ ഞാൻ ചിരിച്ചുകൊണ്ട് നേരിടുകയാണെങ്കിൽ, ഇതിൽ നിന്ന് ഞാൻ പഠിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിലെ വിജയങ്ങളിലേക്കുള്ള ഒരു മുതൽക്കൂട്ടാണ് ഈ തോൽവി എന്നും ഉള്ള ആ കൾച്ചറിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റും. അപ്പം ഇത്തരം രീതിയിൽ കുട്ടികളെ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്ന ഒരു ഗെയിമായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ക്വിസ്. പക്ഷേ ഇത് വളരെ ചെറിയ ഒരു 10% 20% ക്വിസ് മത്സരങ്ങളാണ് ഇങ്ങനെ ഉപയോഗപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മളിതിന് പറയാറ് ഈ ഡെസ്റ്റിനേഷനും ജേണിയും. സോ ജേണി ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ ഡെസ്റ്റിനേഷൻ. നമ്മളൊരു ക്വിസ് ജയിക്കാനാവും അതിൻ്റെ ഡെസ്റ്റിനേഷൻ. പക്ഷേ ആ ജയിക്കാൻ വേണ്ടിയുള്ള കുട്ടിയുടെ യാത്രയിൽ കുട്ടികൾക്ക് അറിവിനൊപ്പം തന്നെ ഇത്തരം ഇത് നമുക്ക് ലൈഫ് സ്കിൽ എന്ന് പറയും, ഈ സ്കില്ലും പതുക്കെ പതുക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും. ഏറെ വ്യത്യസ്തമായ ഒരു പ്രൊഫഷൻ, ഇതൊരു പ്രൊഫഷൻ ആവുന്നത് എങ്ങനെയാണ്? ഇത് ഇപ്പോഴും ഒരു പ്രൊഫഷനായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതാണ് സത്യം. കാരണം കഴിഞ്ഞ ഒരു 30 വർഷം എടുത്താൽ കേരളത്തിൽ ക്വിസിങ് മാത്രമായി ചെയ്യുന്ന ആളുകളുടെ എണ്ണം 2, 3, 4 എന്നൊക്കെ പറയാം. അവരെന്തായാലും അതിൻ്റെ കൂടെ മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാവും. നമ്മളിത് ഒരു പ്രൊഫഷനായിട്ട് എടുക്കാൻ ഒരു കാരണം ഇത് തന്നെയാണ്. ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രൊഫഷൻ. ആരും നമുക്കൊരു മുൻ മോഡലൊന്നുമില്ല. കുറച്ചുള്ളത് TV അവതാരകരാണ്. അല്ലാതെ നോക്കുമ്പോൾ മറ്റെല്ലാ ക്വിസ് മാസ്റ്റർമാരും ഒരു വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നതിൻ്റെ കൂടെ ക്വിസ് മത്സരങ്ങൾ നടത്തുന്നു. എന്തെങ്കിലും ഒരു അധ്യാപകരാവും, അല്ലെങ്കിൽ വേറെ ബാങ്ക് ഉദ്യോഗസ്ഥരാവും. ഇതിൻ്റെ കൂടെ അവർ പാർട്ട് ടൈമായിട്ട് ക്വിസുകൾ നടത്തുന്നു എന്നുള്ളത്. അപ്പോൾ ആരും ചെയ്യാത്തൊരു കാര്യം ഒന്ന് ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു ഇതിന് കാരണം. പ്രധാന കാരണം നേടിയ അറിവുകളൊന്നും അറിവുകളല്ല, ഇനിയും ഒരുപാട് അറിവുകൾ നേടാനുണ്ട് എന്ന തിരിച്ചറിവുമായിരുന്നു. ചെറുപ്പകാലം മുതൽ ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നോ? മത്സരവേദികളിലെ പരാജയം എങ്ങനെയാണ് ഈ പ്രൊഫഷനെ സ്വാധീനിച്ചത്? ചെറുപ്പകാലം മുതൽ ക്വിസിന് പങ്കെടുത്തിട്ടില്ല സത്യം പറയണം. ഇപ്പോഴത്തെ കുട്ടികൾ എനിക്ക് തോന്നുന്നു UKG 1ാം ക്ലാസ് 2ാം ക്ലാസ് മുതലേ ക്വിസ് മത്സരങ്ങൾ പങ്കെടുക്കാൻ അവസരങ്ങളുള്ള, അവർക്ക് വേണ്ടി ക്വിസ് മത്സരങ്ങളുള്ള കുട്ടികളുണ്ട്. ഞാനൊക്കെ ഒരു പ്രൊഫഷണൽ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ എത്തുന്ന സമയത്താണെന്ന് തോന്നുന്നു. ഏറ്റവും ലേറ്റായിട്ട് ഇതിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. ക്വിസിലെ തോൽവികൾ തന്നെയാണ് ഏറ്റവും അധികം ജീവിതത്തിൽ സഹായിച്ചതും സ്വാധീനിച്ചതും. ആ തോൽവികളെ നേരിടുന്ന ആ പ്രക്രിയ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി ജീവിതത്തിൽ എന്തായാലും വിജയവും തോൽവിയും മാറി മാറി വരും എന്ന തിരിച്ചറിവും, ജീവിതത്തിൽ വരുന്ന തോൽവികളെയും വിജയങ്ങളെയും ഒരു കമ്പോസ്ഡ് ആയിട്ട് വേണം നമ്മൾ നേരിടാൻ എന്ന തിരിച്ചറിവും തന്നത് ക്വിസ് മത്സരങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരുപാട് ആളുകൾ ഇന്ന് കേരളത്തിലെ പല IAS IPS ഓഫീസർമാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷ പാസ്സായി അവരുടെ ജീവിതം സെറ്റിൽ ചെയ്യാൻ അവരെ സഹായിച്ചത് ക്വിസ് മത്സരങ്ങളാണ് എന്നും ക്വിസിലുള്ള ആ യാത്രയാണ് എന്നും പറഞ്ഞ ഒരുപാട് പേരുണ്ട് നമുക്ക് മോഡലുകളായിട്ട്. അപ്പോൾ ഇവരുടെ അടുത്തു നിന്നൊക്കെ കുറച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാനും പഠിക്കാനും പറ്റി. ആ പഠിച്ച കാര്യങ്ങൾ മറ്റു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതിലൊരു എക്സൈറ്റ്മെൻറ്റ് കണ്ടു. അങ്ങനെയാണ് ഇത് പ്രൊഫഷനായത്. ഇപ്പോൾ PSC പഠനം എല്ലാവരും മനപ്പാടാക്കി പഠിക്കുന്നതും അതുപോലെ തന്നെ ഗെയിംസിലൂടെ പഠിക്കുന്നതും രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ ഈ മനപ്പാടാക്കി പഠിക്കുന്നതാണ് ഈ യുവതലമുറകളിലെ ഏറ്റവും ഒരു ബുദ്ധിമുട്ടായി വരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് മാറ്റുന്നതിന്? ഇപ്പോൾ ഒരു
ഒരു യുവതലമുറയാണെങ്കിൽ അയാൾ പഠിച്ചു വരുമ്പോൾ മനപ്പാടായി പഠിച്ച് കുറച്ചൊരു ഏകദേശം ഒരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 മന്ത് പോലും എത്തുന്നില്ല, അതിനു മുമ്പ് തന്നെ ആ PSC പഠനം നിർത്തിയിട്ട് ബ്രേക്കിംഗ് വരുന്ന അവസ്ഥ, അത് ഗെയിമിങ്ങിലൂടെ ആണെങ്കിൽ അത് എത്രത്തോളം ഉയർത്തിയെടുക്കാൻ പറ്റും എന്നതിനെക്കുറിച്ച് എന്താണ്? 2 കാര്യങ്ങളുണ്ട്. മനപ്പാടമാവുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു നമ്മൾ പലപ്പോഴും തെറ്റിച്ച് പറയുന്നൊരു ടേം, ബൈ ഹാർട്ട് എന്നാണ് പറയാം. ആക്ച്വലി ഹാർട്ടിന് ഇതുമായിട്ടൊരു ബന്ധമില്ല, അത് വേറെ കാര്യം. പക്ഷേ ഈ പറഞ്ഞ പോലെ 6 മാസം കൊണ്ട് പഠിച്ച് ആ ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ആൾ പിന്നെ അത് ഓർമ്മിച്ച് വെക്കേണ്ട കാര്യമില്ല. പക്ഷേ ആ ജോലി കിട്ടാൻ വേണ്ടി പഠിക്കുന്ന ആ പരീക്ഷ വരെയെങ്കിലും ഓർമ്മ വേണം, അതാണ് ചോദ്യമെങ്കിൽ അത് അഗെയിൻ ഇതിനൊക്കെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഒരു ക്യൂരിയോസിറ്റി നമ്മൾക്കുള്ളിൽ തന്നെ വളർത്തിയെടുക്കണം. ഇപ്പം നമ്മൾ ഇവിടെ തന്നെ കാണുന്ന ചുറ്റും കാണുന്ന വ്യക്തികളെ, ഇപ്പം നേരത്തെ കണ്ട സെഷൻ എന്തുമാത്രം ഇൻഫോർമേറ്റീവ് ആയിരുന്നു പറയും. ഇന്ദു നിന്ന് നിൽപ്പിൽ ഒരു 10-25 കാര്യങ്ങൾ എനിക്ക് അറിയാൻ പറ്റി, ഇവരുടെ പ്രത്യേകതകളെക്കുറിച്ചും എന്താടാ റീഡിയെക്കുറിച്ച് തന്നെ. അതിൻ്റെ കൂടെ ഞാൻ അനുബന്ധമായി വേറൊരു കഥ കൂടി കേട്ടിട്ടുണ്ട്. ഹെൻറിക് വാൻ റീഡ് എന്ന് പറഞ്ഞ ആൾ ഇവിടെ ഇരുന്ന് ഇട്ടി അച്യുതനോട് ഈ സസ്യങ്ങളൊക്കെ ഇങ്ങനെ, പുള്ളിയാണല്ലോ ഈ ഹോർത്തൂസ് മലബാറിക്കസ് എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ടി അച്യുതൻ കൊണ്ടുവന്ന ഒരു സസ്യമായിരുന്നു അത്ര ഇത്. അപ്പം ഇതെന്താന്ന് ചോദിച്ചപ്പം ഇദ്ദേഹത്തിന് ഇട്ടി അച്യുതനോട് ചോദിച്ചു. അപ്പോൾ ഇട്ടി അച്യുതൻ തൻ്റെ ഒരു ശിഷ്യനോട് എന്താടാ അതെന്ന് ചോദിച്ചു പോലും. അപ്പോൾ ശിഷ്യൻ എന്തൊരു പേര് പറഞ്ഞു. അപ്പോൾ ഇത് ഇങ്ങനെ എന്താടാന്ന് കേട്ടതുകൊണ്ടാണ് എന്താടാ റീഡ് ചെയ്യുന്ന ഇതിന് പേര് കൊടുത്തതെന്ന് മറ്റൊരു കഥയുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇത് ശരിയാണോ അല്ലേ എന്നുള്ളത് അറിഞ്ഞൂടാ, പക്ഷേ ഇത്തരം രസകരമായ കാര്യങ്ങൾ നമുക്ക് വേണ്ട അറിവിനോടൊപ്പം ചേർത്ത് വെക്കാൻ പഠിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് നമ്മളെ തന്നെ ക്യൂരിയസായി നിലനിർത്താനും ആ അറിവുകൾ തിരിച്ചറിവുകളാക്കി മാറ്റാനും പറ്റും. ഇപ്പോൾ ട്രൈബൽ മേഖലകളിലാണെങ്കിൽ ഇപ്പോൾ ഇതുപോലത്തെ PSC കോച്ചിങ്ങുകൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ PSC കോച്ചിങ്ങുകൾ ട്രൈബൽ സെറ്റിൽമെൻറ്റുകളിൽ എത്തുന്നതും അത് കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല. ഏകദേശം ഒരു ഇതുപോലെ തന്നെ 6 മന്തോ അല്ലെങ്കിൽ 1 ഇയർ വരെ പോയി കഴിഞ്ഞാലും അതിന് ആളുകളുടെ എണ്ണം കുറയുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റുഡൻസിൻ്റെ എണ്ണം കുറയുന്നു. പക്ഷേ കോച്ചിങ് കണ്ടിന്യൂസ്ലി ഇങ്ങനെ നടക്കുന്നുണ്ട്. ഈ പഠിപ്പിക്കുന്ന ആൾ പഠിപ്പിക്കുന്നു, അടുത്ത ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, ഗെയിംസിലൂടെ ആണെങ്കിൽ ഗെയിംസിലൂടെ ചോദിക്കുന്നു. പക്ഷേ ഈ കുട്ടികളുടെ എണ്ണം കുറയുന്നുണ്ട്. അപ്പോൾ ഈ ക്യുസിലേക്ക് വരുന്നതിനുള്ളൊരു ഇൻട്രസ്റ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രൈബൽ മേഖലയിൽ ഇത് കൂടുതലായിട്ട് ഇങ്ങനെ കണ്ടുവരുന്നതുണ്ട്. ആ ഒരു എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഈ എങ്ങനെയാണ് സ്റ്റുഡൻസിനെ ഒന്നുകൂടി എൻകറേജ് ചെയ്യിപ്പിച്ച് എത്തുന്നത്? കുട്ടികളെ കാര്യം എടുക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു കുട്ടി നമ്മൾ അങ്ങനെ തന്നെ ആലോചിക്കും. ഇന്നിപ്പോൾ നമ്മൾ പല ആളുകളും പറയാൻ ലഹരിക്ക് നല്ലൊരു ശതമാനം ചെറിയ കുട്ടികളെ 7ാം ക്ലാസ് മുതലേ പ്രശ്നമുണ്ട്. അപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ അതൊരു കിക്കാണ് കുട്ടികൾക്ക് കൊടുക്കുക, ഒരു സന്തോഷമാണ് കിട്ടുന്നത് കുട്ടിക്ക്, അല്ലേ? നമ്മളൊരു വ്യക്തിയുടെ കേസ് എന്തിനത് ഉപയോഗിക്കുന്നു പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടൊരു സന്തോഷമാണ് കൊടുക്കുന്നത്, ഒരു കിക്ക് എന്ന് പറയാം. ഇതേ കിക്ക് പല രീതിയിലും മറ്റ് പല രീതിയിലും ഇത് കൊടുക്കാൻ പറ്റും. അത് ഒരു പക്ഷേ റെക്കഗ്നീഷൻ ആവാം, റിവാർഡാവാം, കുട്ടി കിട്ടുന്ന റെസ്പെക്റ്റ് ആവാം, എന്തുമാവാം, ചെറിയ പ്രൈസ് ആവാം. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ആളുകൾ അവനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചറിയുന്നു, ഫെയിം ആവാം. അപ്പം ഇതൊക്കെ ആക്ച്വലി കിക്കുകളാണ്. പക്ഷേ ഇത് ആ കുട്ടിയിലേക്ക് എത്തിക്കാനുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ വെറുതെ പറഞ്ഞു പോകല്ലാതെ ആരും അങ്ങനെ വളരെ എഫക്റ്റീവായിട്ടൊന്നും ചെയ്യുന്നത് നമ്മൾ കാണാറില്ല. പക്ഷേ ഈ ഗെയിമിൽ അങ്ങനെ ചില സാധ്യതകളുണ്ട്. ഇപ്പം നമ്മളൊരു കുട്ടിയെ എടുത്ത 7ാം ക്ലാസ് മുതൽ ഒക്കെ ക്യൂസിന് വരുന്ന കുട്ടികളെ നമുക്കറിയാം. 7ാം ക്ലാസ് മുതൽ വന്ന് സ്കൂളിലും കോളേജിലും ക്യൂസിന് പോയി സിവിൽ സർവീസ് എഴുതി അസിസ്റ്റൻറ്റ് കളക്ടറായി, സബ് കളക്ടർ, ഇപ്പം ജില്ലാ കളക്ടർമാരായിരുന്ന കുട്ടികൾ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഈ ജേണിയിൽ പറഞ്ഞത് ഒരേ കാര്യം തന്നെയാണ്. അന്ന് ആ ക്യൂസ് ജയിച്ചപ്പോൾ എനിക്ക് കിട്ടിയ സന്തോഷം, അതാണ് എന്നെ അടുത്ത ക്യൂസിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്. അന്ന് ആ ഒരൊറ്റ ആൻസർ പറഞ്ഞപ്പോൾ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ തന്ന ആ കയ്യടി, അതെനിക്ക് ജീവിതകാലം മുഴുവൻ മറക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം സാധ്യതകൾ ഈ ഗെയിമിലുണ്ട്. ഈ ഗെയിം നന്നായിട്ട് ഉപയോഗിക്കണം. അപ്പം ഇവിടെയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പലരും 10 ക്യൂസ് മാസ്റ്റർമാർ 20 രീതിയിൽ അവരുടേതായ രീതിയിൽ അങ്ങ് നടത്തിപ്പോയി. ഇതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഫോമാറ്റ് വരണം. ഇപ്പം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ചെസ്സിൽ ഒരു അന്താരാഷ്ട്ര സംഘടന ഫിഡെ ആണെങ്കിൽ ക്യുസിൽ IQA എന്ന് പറഞ്ഞാൽ ലണ്ടൻ ആസ്ഥാനമായ അന്താരാഷ്ട്ര സംഘടനയുണ്ട്. ഇവർ ലോകം മുഴുവൻ ഏകദേശം 100-ലധികം വേദികളിൽ എല്ലാ വർഷവും ക്യുസിൻ്റെ ലോക ചാമ്പ്യനെ തിരഞ്ഞെടുക്കാറൊക്കെ ഉണ്ട്. ഇവർ ഏറ്റവും രസകരമായ കാര്യം, ഇവർ 100-ലധികം വേദികളിൽ ലോക ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞ് 20 വർഷമായി നടത്തിയതിൽ 5 വർഷം തുടർച്ചയായിട്ട് ലോകത്തിൽ തന്നെ ഏറ്റവും അധികം മത്സരാർത്ഥികൾ പങ്കെടുത്ത വേദി ഏതാണെന്നറിയോ? നമ്മളെ കോഴിക്കോടാണ്. കോഴിക്കോട് കളക്ടർക്ക് അവർ അതിൻ്റെ പ്രത്യേക പുരസ്കാരമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് കേരളം അവർ വളരെ അത്ഭുതത്തോടെ കാണുന്നൊരു സ്ഥലമാണ്. അവരുടെ ഹെഡ്ക്വാർട്ടറായ ലണ്ടനിനെക്കാളും 3 ഇരട്ടി മത്സരാർത്ഥികൾ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ നമുക്ക് എല്ലാം ഉണ്ട്. ബേസിക്കലി നല്ലൊരു സിസ്റ്റമുണ്ട്, നല്ല വ്യക്തികളുണ്ട്, നല്ല സംഘടനകളുണ്ട്.
ഇവരൊക്കെ ഒന്ന് ഒത്തുപിടിച്ചാൽ ചെറുതായിട്ട് ഈ കളി ഒന്ന് പ്രോത്സാഹിപ്പിച്ച് വിട്ടാൽ മാത്രം മതി. ഇപ്പം ഗവൺമെൻറ് കഴിഞ്ഞ വർഷമാണ് ഗവൺമെൻറ് ഇവരുമായിട്ട് അഗ്രിമെൻ്റ് എത്തിയത്. ഇനി ക്യുസ് എന്ന കളി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ചെറിയ ക്യുസ് ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ കുട്ടികൾക്ക് കറക്റ്റായിട്ട് കിക്കും എക്സൈറ്റ്മെൻറ്റും കൊടുക്കാൻ പറ്റും. അത് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ജനറേഷൻ ഇപ്പം ഇത്തരം നമ്മൾ പറയാറുണ്ട് ഡ്രഗ് അബ്യൂസും ആൽക്കഹോളിസും ഇത്തരം ഇതിലേക്ക് തിരിയുന്നതിന് പകരം ഇവർ ഇതിനെ അങ്ങ് എൻഗേജ്ഡ് ആക്കിയിടുക, ഇതിനോടൊരു ഗെയിം തോന്നിപ്പിക്കുക. ഗെയിം ഇപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും കളിക്കുന്ന അതേ എക്സൈറ്റ്മെൻറ്റോട് കൂടി ഈ കളിക്കാൻ തുടങ്ങിയാൽ സൊസൈറ്റിയിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യുമെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു 25 വർഷത്തെ ഡാറ്റ കാണുമ്പോൾ നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷേ അതൊരു വലിയ മൂവ്മെൻ്റാണ്. ഇപ്പോഴും 0.001% ഇത് എത്തിയിട്ടുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ സുരേന്ദ്രൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, നമ്മുടെ മത്സര പരീക്ഷകളും ക്വിസും തമ്മിലുള്ളൊരു കണക്ഷൻ. അപ്പോൾ അതിനകത്ത് സാറ് പറഞ്ഞിരുന്നു നമുക്ക് മെമ്മറൈസേഷൻ എന്നുള്ളത് ഒരു ബൈ ഹാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ക്വിസിൻ്റെ ഒരു സാധ്യതകൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് നമ്മൾ കാണാതെ പഠിച്ചപ്പോൾ തത്തമ്മ പൂച്ച ആൻസർ ചെയ്യുന്നത് പോലെ അല്ലാതെ സ്റ്റുഡൻസിൻ്റെ ഒരു അനലിറ്റിക്കൽ സ്കില്ല് ലോജിക്കൽ സ്കില്ലോട് കൂടിയിട്ട് അവർ ആൻസർ ചെയ്യുമ്പോഴല്ലേ അത് കുറച്ചുകൂടി എഫക്റ്റീവ് ആവുക. സോ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് സാറ് പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള എഫേർട്സിനെ കുറിച്ച് ഒന്ന് പറയും. ഇത് ഭയങ്കര റിലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. കാരണം സിവിൽ സർവീസ് പരീക്ഷയുടെ പാറ്റേൺ തന്നെ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. പണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു 20-25 കൊല്ലം മുന്നേ ഒക്കെ PSC പരീക്ഷകൾക്ക് വന്ന ചോദ്യങ്ങൾ ചിലത് മറഡോണ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നിട്ട് 4 ഓപ്ഷനും കൊടുക്കും. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ചെസ്, ഇങ്ങനത്തെ വളരെ എന്താ പറയുക ഒരുവിധം ആളുകൾക്കൊക്കെ ജസ്റ്റ് ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്നുള്ള രീതി. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറി. ഇന്നത്തെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഇത് കുറേ അറിവുകൾ ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്. സിവിൽ സർവീസ് ഞങ്ങൾ പല IASകാരോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഒരു പാറ്റേണിന് വന്ന ചേഞ്ച് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ അറിവുകൾ ഒരാളുടെ തലയിൽ നിറയെ സ്റ്റോർ ചെയ്ത് വെച്ചതുകൊണ്ട് അയാൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്കും പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടാവില്ല. ഈ നേടിയ അറിവുകൾ തനിക്ക് ചുറ്റുമുള്ളവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ ഉള്ള അറിവുകളായിരിക്കണം. അപ്പം ഈ ഒരു ആസ്പെക്റ്റിൽ വരുമ്പം ചോദ്യങ്ങളും അങ്ങനത്തതായിരിക്കണം. അതായത് ആ ചോദ്യത്തിൽ തന്നെ കുട്ടിയുടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം സ്കില്ലുകൾ, ഒബ്സർവേഷൻ, അനാലിറ്റിക്കൽ സ്കിൽ, ലോജിക്കൽ റീസണിങ്, ലാറ്ററൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, ടൈം മാനേജ്മെൻറ്റ്, ടീം വർക്ക്, റിസ്ക് മാനേജ്, ഇതൊക്കെ ഉള്ള ഒരു ഗെയിമാണ് ഇന്നത്തെ ക്യൂസിങ്. അപ്പം ഈ തരം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ ചാലഞ്ചിങ്ങുമാണ്. നമുക്കൊരു ചോദ്യം 10,000 കണക്കിന് ചോദ്യം ആർക്കും ചോദിക്കാൻ പറ്റും. ഇപ്പോൾ നെറ്റ് കൂടെ വന്നതോടുകൂടി ചോദ്യങ്ങളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ്. അതായത് ജങ്ക് ഡാറ്റ എന്ന് പറയുന്നത് നമ്മൾ തുറന്ന പത്രത്തിൽ കാണുന്ന 1000 ഇൻഫർമേഷനിൽ 990 ഒരാവശ്യമില്ലാത്ത ഡാറ്റ ആയിരിക്കും. ഈ ജങ്ക് ഡാറ്റയിൽ നിന്ന് ചങ്ക് ഡാറ്റ നമുക്ക് ആവശ്യമുള്ള കൃത്യമായിട്ടുള്ള സാധനങ്ങൾ വേർതിരിച്ച് എടുക്കുക എന്നുള്ളതാണ് കുട്ടികളുടെ ഇപ്പോഴത്തെ ചാലഞ്ച്. അപ്പം ഇത്തരം ചോദ്യങ്ങൾ ഒരു ചോദ്യത്തിൽ തന്നെ ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാനും ആ കുട്ടിയുടെ സ്കില്ല് പരിശോധിക്കാനും പറ്റുന്ന ചോദ്യങ്ങൾ കൺസ്ട്രക്ട് ചെയ്യുക എന്നത് വളരെ ടഫാണ്. ഞാൻ വേണമെങ്കിൽ ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ശ്രമിച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. ഇന്ത്യ ശ്രീലങ്ക അതിർത്തി പ്രദേശങ്ങളിൽ ഒരു പക്ഷിയെ കണ്ടെത്തി. കുറേ വർഷം 2019 മുതൽ ഈ പക്ഷിയെ കേരളത്തിലൊക്കെ കാണുന്നുണ്ട്. അപ്പം ഈ പ്രദേശത്ത് നിന്നാണ് അതിനെ കണ്ടെത്തിയത്. ഈ പക്ഷി ഒരു പ്ലോവർ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ്, പ്ലോവർ. അപ്പം ഇവർ ഇതിന് രസകരമായ ഒരു പേരാണ് കൊടുത്തത്, ഈ ഡാഷ് പ്ലോവർ. ഈ പേരിടാൻ കാരണം ഈ പക്ഷി ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇങ്ങനെ പറക്കും എന്ന് കണ്ടുപിടിച്ചതോടുകൂടിയാണ്. അപ്പം ഈ കാരണം കൊണ്ട് ഇവർ ഈ പക്ഷിക്ക് എന്ത് പേരാണ് നൽകിയത്? ഇത് ക്വിസിൽ ഞാൻ ആലപ്പുഴ ചോദിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെയാണ് ഉത്തരം പറയാം? എന്താണ് ഉത്തരം പറയാം? എന്ത് പറയും? അതായത് ഒരു പക്ഷിയെ കണ്ടെത്തി, ചെറിയ കൊക്കും ചെറിയ വാലും ഒക്കെ ഉള്ള പ്ലോവർ ഇനത്തിൽപ്പെട്ട പക്ഷിയാണ്, ഒരു ടൈപ്പ് പ്ലോവറാണ്, ചെറിയ പക്ഷിയാണ്. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് അത് കണ്ടെത്തിയത്. അവിടെ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്തതുകൊണ്ട് ഈ പക്ഷി ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇങ്ങനെ പറക്കുമെന്ന് കണ്ടുപിടിച്ചതുകൊണ്ടാണ് ഈ പക്ഷിക്ക് ഈ പേരിട്ടത്. ഏത് പേര് എന്നാണ് ചോദ്യം. പറക്കുന്ന പക്ഷി എന്നാണോ? കാരണം പറക്കാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും. അതെ, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പക്ഷികളും പറക്കും. ഇത് കൃത്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും പറക്കുന്നതായിട്ട് എന്ത് പേരാണ് ഇട്ടത്? ഒരു ഗസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെയും ശ്രീലങ്കയും ചേർത്തിട്ടൊരു പേര് കണക്ട് ചെയ്തൊരു പേര് ഇടുന്ന അങ്ങനെ അതൊരു ഒരു എന്താ പറയാ, ഒരു കോമൺ സെൻസ് വഴി ആലോചിച്ച് ഗസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ആലോചിക്കാം. പക്ഷെ അങ്ങനെയല്ല, ഈ റൂട്ടല്ല. അപ്പം ഇങ്ങനെയുള്ള റൂട്ടുകൾ ആദ്യം തിരിച്ചറിയാൻ പറ്റണം. അതല്ല, വേറെ നമ്മൾ ആലോചിച്ച് ഞാൻ പതുക്കെ കൈ പിടിച്ച് ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്കും ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്കും പോയ
ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? കുറച്ചുകൂടി മുന്നേ, ഇതൊരു കഥാപാത്രത്തിൻ്റെ പേരുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ പോരട്ടെ, കുറച്ച് ആരാണ് ഇവിടുന്ന് അങ്ങോട്ടും അവിടെ നിന്ന് ഇങ്ങോട്ടും ഹനുമാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ പക്ഷിയുടെ പേര് ഹനുമാൻ പ്ലോവർ എന്നാണ്. അപ്പോൾ ഇത് നമുക്ക് അറിഞ്ഞിട്ട് പറഞ്ഞതല്ല, നമ്മളിങ്ങനെ നമ്മുടെ ഒബ്സർവേഷൻ എന്താണ് ഇവിടെ കാര്യം. ഇന്ത്യയിൽ നിന്ന് ശ്രീലങ്കയിലേക്ക് പറന്നു, ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് പറന്നു. അപ്പം നമ്മുടെ മനസ്സിൽ കുറച്ച് ഓപ്ഷൻസ് വരണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ കുട്ടികൾ വളരെ പാസീവായിട്ടല്ല ഉത്തരം പറയും, ആക്റ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഉത്തരം ശരിയായോ ഇല്ലേ എന്നുള്ളതിനപ്പുറം ഉത്തരത്തിലേക്കുള്ള ആ റൂട്ട് മനസ്സിലാക്കാനും ഏതെങ്കിലുമൊക്കെ റൂട്ടിലൂടെ പോകാനുള്ളൊരു കൾച്ചർ കുട്ടികൾക്ക് ഉണ്ടാവും. ഇതായിരിക്കും ഒരു പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുക. ഈ അറിവ് നേടണം, നേടിയ അറിവുകൾ ശേഖരിക്കുന്നതും ശേഖരിച്ചത് വേണ്ട സമയത്ത് പുറത്തെടുക്കുന്നതും ഒക്കെ കൂടുതൽ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ഈ ഗെയിം സാധിക്കുന്നത് ഇവിടെയാണ്. ഓരോന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യം അറ്റാച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ശരിയാണ്, വളരെ ചാലഞ്ചിങ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അടുത്തതിപ്പം ഇപ്പോൾ ഒരു ക്വിസ് പ്രോഗ്രാം ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിൻ്റെ ഒരു അറിവിൻ്റെ മേഖലയായിരിക്കും ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതും കൂടാതെ നമുക്കിപ്പോൾ സാർ പ്രോഗ്രാമൊക്കെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും രണ്ട് രീതിയിൽ കണ്ടക്ട് ചെയ്യാറുണ്ടല്ലോ. സോ അങ്ങനെ വരുമ്പോൾ അവർക്കിപ്പോൾ ഇൻഡിവിജ്വലായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും ക്വിസിൻ്റെ അല്ലെങ്കിൽ അറിവിൻ്റെ മേഖലയിലേക്ക് വരുമ്പോൾ അവരെ എത്തരത്തിലായിരിക്കും അവരെ ഹെൽപ്ഫുള്ളായിരിക്കുന്നത്? രണ്ട് തരത്തിലുള്ള ക്വിസുകൾ നടക്കാറുണ്ട്. കൂടുതലും നടക്കാറ് ഗ്രൂപ്പായിട്ടാണ്. കാരണം ഒറ്റയ്ക്ക് നടക്കുന്നത് ഒരു പരീക്ഷാ സ്വഭാവത്തിൽ, പരീക്ഷയും ക്വിസും തമ്മിലുള്ള ഡിഫറൻസ് തന്നെയാണ്. പക്ഷേ ചില ക്വിസിൽ പർപ്പസ്ഫുള്ളി, അതായത് ഒറ്റയ്ക്ക് തന്നെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് എഴുതി ഉണ്ടാക്കി കൊണ്ടുവരണം. മറ്റേതാകുമ്പോൾ ടീം വർക്ക് വരും. ഇപ്പം അതിൻ്റെ വിഷയങ്ങളിലാവട്ടെ, ഒരു ക്വിസ് മത്സരങ്ങളിൽ ജനറൽ ക്വിസ് ആണെങ്കിൽ അതിൽ സയൻസ് വരും, സ്പോർട്സ് വരും, സാഹിത്യം വരും, ചിലപ്പോൾ റിലീജിയൻ ആൻഡ് മിത്തോളജി വരും, ജോഗ്രഫി, സ്ഥലങ്ങളെക്കുറിച്ച് വരും. അപ്പോൾ ചില കുട്ടി, ഇപ്പോൾ 2 പേരുള്ള ടീമാണ്, ഒരു കുട്ടി വളരെ നന്നായിട്ട് സ്ഥലങ്ങളെക്കുറിച്ച് അറിവുള്ള കുട്ടിയായിരിക്കും, സ്പോർട്സ് വളരെ ഇഷ്ടമുള്ള കുട്ടിയായിരിക്കും, സയൻസ് ഇഷ്ടമായിരിക്കും. നേരെ മറിച്ച് മറ്റേ കുട്ടിക്ക് സാഹിത്യമാണ് ഇഷ്ടം, സ്പോർട്സും സയൻസും ഒന്നും അറിയില്ല. അപ്പം വിഷയങ്ങൾ തന്നെ അവിടെ കോംപ്ലിമെൻ്ററി, നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെൻ്ററി ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്ന് ടീം വർക്കാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ 2 പേരും ആലോചിക്കുമ്പോൾ ഒരാൾ ആ ഉത്തരത്തിൻ്റെ പകുതി ഭാഗം ആലോചിച്ച് കണ്ടുപിടിക്കും, മറ്റേ ആൾ ഉത്തരത്തിൻ്റെ മറ്റ് പകുതി ആലോചിച്ച് കണ്ടുപിടിക്കും. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്ത് ഉത്തരത്തിൽ വളരെ രസകരമായ മത്സരങ്ങൾ ഇങ്ങനത്തെയാണ്. ഇപ്പോൾ ചില TV ഷോ നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ചോദ്യം വരെ സസ്പെൻസ് നിലനിർത്തി ഇവർ ആ വർക്കൗട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിച്ച് അവർക്ക് കിട്ടുന്ന ആ സന്തോഷവും കാണികളുടെയൊക്കെ ഒരു ത്രില്ലും. അപ്പം ഈ രണ്ടാമത്തെ ഇനത്തിൽ ക്വിസുകൾ കൂടുതൽ നടക്കുന്നത് ടീം ഇനത്തിലാണ്. അതായത് ഒന്ന് ടീം വർക്ക് തന്നെ നമ്മൾ ക്വിസിൽ മാത്രമല്ല, ഇപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നല്ലൊരു ടീം വർക്ക് ആയിരിക്കണം. അത് ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറയും. നമുക്ക് 3 ഉത്തരങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഏതിലേക്ക് പോകണം എന്നുള്ളത്, അതിന് നല്ല ലോജിക്ക് വേണം. പിന്നെ ടൈം മാനേജ്മെൻറ്റ്, ഇപ്പോൾ ക്വിസിലൊക്കെ ഇപ്പോൾ ബസ്സറൊക്കെ ഉണ്ട്, നമ്മൾ ആലോചിക്കുമ്പോഴേക്കും മറ്റേ ടീം ബസ്സർ അടിച്ച് അവർ ഉത്തരം പറയും. പിന്നെ ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻ്റ് ഉണ്ട്. അതായത് ചില റൗണ്ടുകളുടെയൊക്കെ ഫോമാറ്റ് അങ്ങനെയാണ്, നിങ്ങളത് ബസ്സർ ചെയ്ത് ശരിയാക്കി 20 പോയിന്റുകൾ വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് 20 നഷ്ടപ്പെടും. നേരെ മറിച്ച് 5 പോയിൻ്റാണ് എടുക്കുന്നത്. അങ്ങനെ പല ഫോർമാറ്റ്. അപ്പോൾ അവർ മറ്റുള്ള ടീമിൻ്റെ സ്കോർ നോക്കണം. ഇപ്പോൾ ക്വിസ് ജയിക്കുകയാണെങ്കിൽ 15 പോയിന്റ് എടുത്താൽ മതി. അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു ചോദ്യം ഉത്തരവും അറിവെന്ന് അപ്പുറത്തേക്ക് ഒരുപാട് സ്കില്ലുകൾ വളർത്തിയെടുക്കാൻ പറ്റിയ രീതിയിൽ അതിൻ്റെ വിഷയങ്ങളും അതിൻ്റെ നോളജ് പാർട്ടും അതിൻ്റെ സ്കിൽ പാർട്ടും അതിൻ്റെ ഫോർമാറ്റും ഒക്കെ വന്നു കഴിഞ്ഞു ഇന്നത്തെ ക്വിസിങ്ങിൽ. അപ്പം ഇത് എനിക്ക് തോന്നുന്നു ഇനി അടുത്ത 2-3 വർഷം കൊണ്ട് കേരളത്തിൽ കുറച്ചുകൂടി വലിയ ക്വിസ് മത്സരങ്ങൾ വരാനുണ്ട്. സർക്കാരിന് ഗവൺമെൻറ് കഴിഞ്ഞ വർഷമാണ് ഇത് സൈൻ ചെയ്തത്. ഈ വർഷം മുതൽ ഈ ഗെയിം കുട്ടികൾക്കിടയിലും സ്കൂളുകളിലും കോളേജുകളിലും സ്ഥാപനങ്ങളുടെ ഇടയിലും ഒക്കെ കൂടുതൽ പ്രചരിപ്പിക്കാൻ വേണ്ടി ക്യൂ പോസിറ്റീവ് ക്ലബ്ബുകൾ ആരംഭിക്കാൻ പോവുകയാണ്. അപ്പം അറിവിനെ ഇഷ്ടപ്പെടുന്ന ഇത്തരം അറിവിൻ്റെ കളികൾ സമൂഹത്തിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളെയൊക്കെ ഇനി ഇതിലേക്ക് പതുക്കെ ക്ഷണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു 14 ജില്ലാ കളക്ടർമാരും അവരുടെ ജില്ലകളിൽ ചാപ്റ്റർ രൂപീകരിച്ച് കഴിഞ്ഞു. ഇനി ആ ചാപ്റ്ററിലേക്ക് ഓരോരോ വ്യക്തികളെ അവർ ക്ഷണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ വ്യക്തികളെല്ലാവരും കൂടി ചേർന്നുള്ള നല്ലൊരു നോളജ് ഇക്കോസിസ്റ്റം ഇവിടെ വരുമ്പോൾ ഈ ഗെയിം അടുത്തൊരു 3-4 വർഷം കൊണ്ട് ലോകത്തിൽ തന്നെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ കേരളം ഇതിനൊരു തലസ്ഥാനമായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വായന എത്രത്തോളം ഈ പ്രൊഫഷനെ സ്വാധീനിച്ചു? ഏത് തരം വായനയാണ് ആളുകളോട് പറയാനുള്ളത്? ഇതിൻ്റെ ഉത്തരം സത്യം പറയാതിരിക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയാം. അതായത് വായിക്കാൻ നല്ല മടിയുള്ള ആളായത് കൊണ്ടാണ്. ഇപ്പം ഞാൻ
ചിലപ്പോൾ പറയാറുണ്ട്, ഒരു മാസം വായിക്കുന്ന ഒരു നല്ല ക്വിസ് മത്സരം ഒരു ക്വിസ് മാസ്റ്റർ നടത്തുകയാണെങ്കിൽ അയാൾ ടൈം മാഗസിൻ മുതൽ കളിക്കുടുക്ക വരെയുള്ള പുസ്തകങ്ങളും മാഗസിനുകളും പത്രങ്ങളൊക്കെ വായിച്ച് ആ ഒരു മാസം വായിച്ചതിൽ നിന്ന് ഏറ്റവും നല്ല 50 60 ചോദ്യങ്ങളുമായിട്ടായിരിക്കും ഇയാൾ ചിലപ്പം വരുന്നത്. അപ്പോൾ ആ ക്വിസിന് പങ്കെടുക്കുമ്പോൾ കിട്ടുന്നത് ഇയാൾ വായിച്ച എത്രയോ മാഗസിനും പുസ്തകങ്ങളും പേപ്പറിൽ നിന്ന് കിട്ടുന്ന അറിവിൽ ഏറ്റവും പ്രയോജനപ്പെടുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അറിവുകളായിരിക്കും. അപ്പം നമ്മൾ അന്ന് അങ്ങനെ ചെയ്യാറുണ്ട്. ആ ഡയറിയിൽ ആ ക്വിസിലെ മുഴുവൻ ചോദ്യങ്ങൾ എഴുതി വെക്കും. 2 ദിവസം കഴിഞ്ഞ് വേറൊരു ക്വിസ് ഉണ്ടാവും, അന്നും അത് മുഴുവൻ എഴുതി വെക്കും. അങ്ങനെ ഒരു 5 6 ക്വിസുകൾ എഴുതി കിട്ടുന്ന അറിവുകൾ ഒക്കെ കാര്യപ്പെട്ട വായനയായിട്ട് ഉണ്ടായിട്ടുള്ളൂ. മറ്റേ വായന ക്വിസിനെ ജയിക്കാൻ വേണ്ടിയുള്ള വായന ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയാം. ഒരു സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വളരെ ആർത്തിയോടെ വായിച്ചിരുന്നു. അത് പക്ഷേ ഞാൻ പറയുന്നത് അതൊരു പേഴ്സൺ ടു പേഴ്സൺ ഡീപ്പെൻസ് ആണ്. നമ്മൾ വായിക്കാൻ ഞാൻ പറയുന്നത് വായിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വായിച്ചിട്ടൊരു കാര്യമില്ല. വായിക്കാൻ എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാക്കിയെടുത്ത് ആ താല്പര്യത്തോടു കൂടിയും ആർത്തിയോടും കൂടി വായിക്കുന്നതേ ഓർമ്മയുണ്ടാവുള്ളൂ. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എം ടിയുടെ തിരഞ്ഞെടുത്ത കഥകൾ എന്ന് പറഞ്ഞാൽ വലിയ ബുക്ക് ലൈബ്രറി മുഴുവനായിട്ട് തീർക്കും. ഉറൂബിൻ്റെ തിരഞ്ഞെടുത്ത കഥകൾ മുഴുവൻ തീർക്കും. അങ്ങനെയൊക്കെ ഒരു സമയത്ത് ആർത്തിയോടെ വായിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പം അതിനുള്ള സമയം കിട്ടുന്നില്ല, അതിനുള്ള താല്പര്യം കുറഞ്ഞ് ജീവിത പ്രാരാബ്ദങ്ങളായതുകൊണ്ട്. എന്നാലും അറിവിൻ്റെ ലോകത്ത് തന്നെ എന്താ പറയുക, ടച്ച് വിടാതിരിക്കാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ വായന കൂടുതലും എല്ലാവരും ചെയ്യുന്ന പോലെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയ വായനകൾ തന്നെയാണ് കൂടുതൽ. ഇപ്പോൾ വായനയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സാറ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാറുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ സയൻസ്, അതുപോലെ തന്നെ സാഹിത്യം, ടെക്നോളജി, ഇത്തരത്തിലുള്ള മേഖല. അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ മേഖലകളിൽ നമുക്ക് അറിവ് വേണം. അപ്പം ഇതെല്ലാം കൂടിയിട്ട് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ലൈക്ക് ഇതെല്ലാം കൂടിയിട്ട് മാനേജ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിസുള്ള ക്വസ്റ്റ്യൻസും കൂടി വരുമ്പോൾ നമ്മൾ ഒരു വാസ്റ്റ് ആയിട്ടുള്ള നമുക്കൊരു നോളജ് വേണമല്ലോ. അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തെടുത്തത് എങ്ങനെയാണ് സർ? ഇതിൻ്റെ സജഷൻസ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഭയങ്കര തെറ്റിദ്ധാരണയാണ്. ഇത് ഒരാൾ ചെയ്യുന്ന പരിപാടിയേ അല്ല. ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. അവിടെ നമുക്ക് റിസർച്ച് ടീമുണ്ട്. ഞങ്ങൾ പല വിഷയത്തിൽ ഇതൊക്കെ ഈ ചോദ്യങ്ങൾ മാത്രമല്ല, ഇത് ഈ വിഷയത്തിലുള്ള ക്വിസ് മത്സരങ്ങൾ നമ്മൾ നടത്താറുണ്ട്. ഡോക്ടർമാർക്ക് വേണ്ടി ഞങ്ങൾ മെഡിക്കൽ ക്വിസുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ഥാപനമായ എയിംസ് മുതൽ AFMC മുതൽ ഇന്ത്യയിലെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ഡോക്ടർമാരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതേപോലെ എഞ്ചിനീയർമാർക്കായി ടെക്നിക്കൽ ക്വിസ് നടത്തിയിട്ടുണ്ട്. MBA വിദ്യാർത്ഥികൾക്ക് IIMകളൊക്കെ ക്വിസ് നടത്തിയിട്ടുണ്ട്. IITകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ നടത്തുമ്പോൾ നമ്മൾ ആ ക്വിസ് എന്ന് പറഞ്ഞ ഒരു ഗെയിമാണെന്നും ഈ ഗെയിമിൽ നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ റൗണ്ടുകൾ ആക്കണം, ഇതാണ് ശരിക്കും ഒരു പ്രൊഫഷണലി ഒരു ക്വിസ് മാസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞങ്ങൾക്ക് നല്ലൊരു റിസർച്ച് ആൻഡ് കണ്ടന്റ് ടീമുണ്ട്. ഈ റിസർച്ച് ടീമാണ് ആദ്യം എന്തൊക്കെ ചോദിക്കണം എന്ന് തീരുമാനിക്കുന്നത്. പിന്നെ കണ്ടന്റ് ടീമും ക്വിസ് മാസ്റ്ററും കൂടി ഇരുന്നിട്ട് അത് എങ്ങനെ ചോദിക്കണം തീരുമാനിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഓഡിയോ, വീഡിയോ, വിഷ്വൽ, സിനിമ, സാഹിത്യം, സ്പോർട്സ് ഒക്കെ കണക്ട് ചെയ്യുന്നു. ഇത് ഒരു വലിയൊരു പ്രോസസ്സാണ്. ഇപ്പം പണ്ടത്തെ പോലെ നമ്മൾ കുറേ ചോദ്യങ്ങൾ അവിടെ നിന്ന് എഴുതിയെടുത്ത് വന്ന് ചോദിക്കുകയല്ല. കാരണം നമുക്കും ഓരോ ചോദ്യവും ഇവരെ രസിപ്പിക്കുന്നതായിരിക്കണം. ആ ചോദ്യത്തിൽ ഒരു ചോദ്യത്തിൽ തന്നെ പല അറിവുകളും ലഭിക്കണം, കൂടുതൽ വായിക്കാൻ പ്രേരിപ്പിക്കണം. അപ്പോൾ ഇത് ഒരു ക്വിസിന് ഒരു 15ഓളം ദിവസങ്ങൾ നല്ലൊരു ടീം വർക്ക് ചെയ്തിട്ട് വരുന്നതാണ്. ഒരിക്കലും ഒരാളുടെ എന്താ പറയുക, ഇതല്ല. പ്രസൻറ്റ് ചെയ്യുന്ന ക്വിസ് മാസ്റ്റർ ആ പ്രസൻറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ നന്നായിട്ട് അറിയണം. പ്ലസ് എന്താണ് അവരുടെ ഉത്തരം പറയുമ്പോൾ അതിനെ പറ്റിയ സപ്ലിമെൻ്റ് ആയിട്ട് എക്സ്ട്രാ പറഞ്ഞു കൊടുക്കാൻ പറ്റണം. ഇപ്പം ഞങ്ങൾ കോടീശ്വരൻ കാണുന്നുണ്ട്. ഈ ഗുരുജി എന്ന് വിളിക്കുമ്പം സുരേഷ് ഗോപിയുടെ ചുറ്റും ഇരിക്കുന്ന കുട്ടികൾ, അത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടികളാണ്. അപ്പോൾ ഇവരാണ് ഓരോ ചോദ്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നത്. ആ ഉത്തരം പറയുമ്പം ഇദ്ദേഹം ചിലപ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയണം. അതൊക്കെ അത്ര വരെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ശരിക്കും നല്ലൊരു ക്വിസിനെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാറ്. അല്ലാതെ ഇതൊന്നും ഒരാളുടെ തലയിൽ നിൽക്കുന്ന കേസാൽ വലിയൊരു ടീം വർക്കുണ്ട്. സാറ് പിന്നെ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം നമ്മളത് ഈ ഗെയിംസിലൂടെയും അല്ലാതെ 2 രീതിയിലും പഠിക്കാൻ പറ്റും. ഗെയിംസിലൂടെ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഗെയിം ആക്ടിവിറ്റിയിലൂടെ മൈൻഡിലേക്ക് എത്തുന്നു. നോർമലി ഒരു ആളിങ്ങനെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഒരു രീതിയിൽ പഠിക്കും. ഇത് തമ്മിൽ വ്യത്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ സ്റ്റഡി ആണോ അതോ ഓഫ്ലൈൻ ആയിട്ട് പഠിക്കുമ്പോഴാണോ ഈ ഒരു മാറ്റം? ഇപ്പോൾ ഒരു 20 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 ക്വസ്റ്റ്യൻസ് ഓൺലൈനിലൂടെ പഠിക്കുമ്പോഴും ഓഫ്ലൈനിലൂടെ പഠിക്കുമ്പോഴും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ഗെയിംസ് ഉപയോഗിക്കുമ്പോൾ ബെറ്ററായി തോന്നുന്നത് ഇപ്പോൾ ഓഫ്ലൈൻ ആയിരിക്കും അതോ ഓൺലൈനിലാണെങ്കിൽ സെയിം രീതിയിൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഇത് ഓൺലൈനിലൂടെ തന്നെ ചെയ്യാൻ പറ്റുമോ? സുരേന്ദ്രൻ ചോദിച്ചത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഞാൻ മനസ്സിലായത് വെച്ച് പറയാം. അതായത് ക്വസ്റ്റ്യൻസ് എടുക്കുന്നതാണെങ്കിൽ ആ സെയിം ക്വസ്റ്റ്യൻ ഓൺലൈനിലൂടെ പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ ഓഫ്ലൈനിലൂടെ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും 2 രീതിയിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോഴും ഒരുപോലെ മനസ്സിലാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ
ഓഫ്ലൈന് കൂടുതലും ഒരു ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ എല്ലാവരെയും സംബന്ധിച്ച് ഓഫ്ലൈൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൺലൈനിലാകുമ്പോൾ കുറച്ചുകൂടി ബെറ്ററായി പറ്റുമെങ്കിൽ ഓൺലൈൻ തന്നെ കണ്ടിന്യൂ ചെയ്യാമല്ലോ. അപ്പോൾ അത് തമ്മിലുള്ള ഒരു താരതമ്യം എങ്ങനെയാണെന്ന് ഒരു സജഷൻ. പഠിക്കുന്ന കാര്യത്തിലാണെങ്കിൽ ഓൺലൈനും ഓഫ്ലൈനും, ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുമ്പം സെയിം ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഓഫ്ലൈൻ ആകുമ്പോൾ പത്രത്തിൽ ഗെയിംസ്, അത് ടോട്ടലി ഡിഫറെൻറ്റ് കാര്യമാണ്. അത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആണ്. ഗെയിമിലേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചുറ്റും ആളുകളുണ്ടാവും. നമ്മളതിന് ഉത്തരം പറയുമ്പോൾ നമ്മളെ അവർ അപ്രീഷിയേറ്റ് ചെയ്യും. നമുക്ക് തന്നെ തോന്നും, അക്കംപ്ലിഷ്മെൻ്റ് എന്ന് പറയും, ഒരു സെൽഫ് അക്കംപ്ലിഷ്മെൻ്റ് വരും. തോൽവിയുണ്ട്, അതിൽ ജയമുണ്ട്, അഡ്രിനാലിൻ റഷ് ഉണ്ട്. അപ്പം ഈ ഹോർമോണൽ റഷ് വരുന്ന സമയത്ത് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ വളരെ എന്താ പറയുക, കൂടുതൽ ഭംഗിയായി കൂടുതൽ കാലത്തേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. അതാണ് ഗെയിമിൻ്റെ പ്രത്യേകത. ഗെയിമിഫിക്കേഷൻ ഓഫ് നോളജിൻ്റെ പ്രാധാന്യം അവിടെയാണ് വരുന്നത്. നമ്മൾ ഓൺലൈനോ ഓഫ്ലൈനോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ആ അറ്റ്മോസ്ഫിയറാണ്. നമ്മൾ മണിച്ചിത്രത്താഴ് പറഞ്ഞ മാതിരി തിരുമേനിയെ ഒരുക്കി തരുന്നൊരു മന്ത്രക്കളമുണ്ട്. അപ്പോൾ ഇതിൽ ഇത്തരം കാര്യങ്ങളൊക്കെ വരണം. തോൽക്കണം, ഒരു പോയിന്റിനൊക്കെ ഉത്തരം പറഞ്ഞ് 1,00,000 രൂപ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന, ആ ചോദ്യം ചിലപ്പം 25 കൊല്ലം കഴിഞ്ഞാലും മറക്കില്ല. അത് ടോട്ടലി ഡിഫറെൻറ്റ് കാര്യമാണ്. ഓൺലൈനിൽ എനിക്ക് തോന്നുന്നില്ല ഇത്തരം ഈ ഗെയിമിഫിക്കേഷനിൽ ഈ സാധ്യതകളുണ്ടെന്ന്. ഓൺലൈൻ ഗെയിമുകളും ഓൺലൈൻ ക്യൂസുകളും നടക്കുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് എഫക്റ്റീവ് ശരിക്കും ഓഫ്ലൈനാണ്. പക്ഷേ കോവിഡ് കാലത്ത് ഒരുപാട് ഓൺലൈൻ ക്യൂസ് വന്നിരുന്നു. സാഹചര്യം അനുവദിക്കുന്നില്ലെങ്കിൽ ഓൺലൈൻ, സാഹചര്യം അനുവദിക്കുമെങ്കിൽ എപ്പോഴും ഓഫ്ലൈൻ. ഇപ്പോൾ PSC സ്റ്റഡി ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓഫ്ലൈന് ആണോ ഓൺലൈനിലാണോ സാറ് സജഷൻ ചെയ്യുകയാണെങ്കിൽ സാർ ഏതായിരിക്കും അയാളെ പ്രിഫർ ചെയ്യാൻ ചെയ്യുന്നു? ഞാൻ അഗെയിൻ അതാണ് പറഞ്ഞത്, ഏറ്റവും സാഹചര്യമുണ്ടെങ്കിൽ ഇത്തരം ക്വിസ് മത്സരങ്ങളിൽ നേരിട്ട് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ധാരാളം ഓപ്പൺ ക്വിസ് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. കേരളത്തിലെ 14 ജില്ലകളിൽ ഇത് നടക്കുന്നുണ്ട്. PSC പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാൾക്കും, കുറച്ച് ന്യൂസൊക്കെ ശ്രദ്ധിക്കുന്ന ഒരാൾക്ക് ക്വിസ് മത്സരങ്ങൾ നടക്കുന്നത് അറിയാൻ പറ്റും. അവിടെ പോയി ഇരിക്കാനും പങ്കെടുക്കാനും പറ്റും. ഇതേ സമയത്ത് ഓൺലൈൻ ക്വിസുകളുള്ള വെബ്സൈറ്റുകളും ഉണ്ട്. ഓൺലൈൻ വായിക്കുന്നത് ഓൺലൈൻ ക്വിസും അഗെയിൻ വ്യത്യാസമുണ്ട്. സോ ആദ്യത്തെ പ്രയോറിറ്റി ഓഫ്ലൈൻ ക്വിസിന് പങ്കെടുക്കുന്നതാണ്. രണ്ടാമത്തെ പ്രയോറിറ്റി ഓൺലൈൻ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതാണ്. മൂന്നാമത്തെ പ്രയോറിറ്റി മാത്രമാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാതെ, അതായത് ചിലവർക്ക് ഇപ്പോഴും പേടിയും മടിയും നാണോ ഒക്കെയാണ്. ഞാൻ ആ ചോദ്യത്തെ സ്റ്റേജിലിരുന്ന് ഈ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ആൾക്കാർ എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളുണ്ട്. എനിക്ക് ആ ഉത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിപ്പം കുറച്ച് നേരം ചമ്മും, ഇതിൻ്റെ ഉത്തരം പക്ഷേ എനിക്ക് അറിയാൻ പറ്റും, അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത തവണ ഞാനത് ഉപയോഗപ്പെടുത്തും, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പം ഗെയിമിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു ഡസൻ കണക്കിന് സാധ്യതകളുണ്ട്. ഓൺലൈനായിട്ട് പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വായിച്ച് പോകുമ്പോൾ കുറച്ച് മോണോട്ടമസ് ആണ്, അത് മനസ്സിൽ തങ്ങി നിൽക്കാൻ സാധ്യതയില്ല. ഈവൻ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി കമ്പയർ ചെയ്യുമ്പോൾ അത് മറക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പ്രിഫറൻസ് ഞങ്ങൾ പറയുമ്പോൾ ഓഫ്ലൈൻ തന്നെയാണ്. പക്ഷേ കൺവീനിയൻ്റ് ആണ്, ഓൺലൈനിലുള്ള ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇതാണോ നല്ലത് നമുക്ക് പറയാൻ പറ്റില്ല. 2 ആപ്പിളും 3 മാങ്ങയും കൂടി കൂട്ടി എത്ര കിട്ടുന്ന പോലെയാണ് എനിക്കിതിൽ തോന്നാറുള്ളത്. ശരിക്കും നമ്മുടെ മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിലെ വിഷയം എന്ന് പറയുന്നത് ഗോത്ര മേഖലയിലെ ക്വിസിൻ്റെ അനന്ത സാധ്യതകൾ എന്നാണ്. നമ്മൾ കുറച്ചൊക്കെ ഒന്ന് വ്യതിചലിച്ച് പോയതായിട്ട് തോന്നുന്നുണ്ട്. അതായത് ഇപ്പോൾ പലപ്പോഴും തോന്നുന്നത് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് പലപ്പോഴും ചിത്രീകരിക്കുന്നുണ്ട്. അപ്പം ഒരുപാട് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരുപാട് സ്കിൽസ് ഉള്ള പുറത്തേക്ക്, അതായത് അവരുടെ ഉള്ളിൽ ഇംപ്ലിസിറ്റ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് സ്കിൽസ് നമുക്ക് പുറത്തോട്ട് വരാനായിട്ട് ഇത്തരത്തിലുള്ള ക്വിസ് പ്രോഗ്രാം കൊണ്ട് ഗുണം ചെയ്യാറുണ്ട്. അപ്പോൾ സാർ ഇപ്പോൾ ഗോത്ര മേഖലയിൽ ഇതുപോലുള്ള ക്വിസ് പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടോ മുന്നേ? നടത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ നല്ല സിവിൽ സർവീസ് ഓഫീസർമാരുണ്ട്. നമുക്ക് കണ്ണൂർ കളക്ടറായിരുന്ന മീർ മുഹമ്മദ് അലി IAS, പുള്ളി നമ്മൾ അവിടുത്തെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ MRS പട്ടുവം, അവിടെ നമ്മൾ ഒരു 2 വർഷത്തേക്കുള്ള പ്രൊജക്റ്റായിട്ട് അവർ അവതരിപ്പിച്ച് നമ്മൾ അവിടെയുള്ള കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ക്വിസിൻ്റെ ട്രെയിനിങ് പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുട്ടികളുടെയും പ്രിൻസിപ്പാളിൻ്റെയൊക്കെ ഫീഡ്ബാക്ക് എടുത്ത് അവർ വീണ്ടും വേണമെന്ന് ആവശ്യപ്പെടുകയും അവർക്ക് അവിടെ പത്രം വേണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ ആറളം ഫാമിലെ അമ്മമാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ക്വിസ് മത്സരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയെടുക്കുകയാണ് ഏറ്റവും വലിയ ചാലഞ്ച്. അപ്പോൾ നമ്മൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആഭരണങ്ങളെക്കുറിച്ചും അവരുടെ നാടൻ പാട്ടുകളെക്കുറിച്ച് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് ഞങ്ങൾ സത്യം പറയാൻ കിളി പോയ റിസർച്ച് നടത്തേണ്ടി വന്ന ഒരു ക്വിസായിരുന്നു അത്. അപ്പം അത് എവിടെ അപ്ലിക്കബിൾ ആണ്. പക്ഷേ ഗോത്രവർഗക്കാരുടെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി അപ്ലിക്കബിൾ ആയിട്ടുള്ളത് അവരുടെ ആ ഒരു വൾണറബിലിറ്റി നമുക്ക് കുറച്ച് മാറ്റിയെടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു പരാജയം വരുമ്പോഴേക്കും ആകെ തകർന്നു പോകുന്ന കുട്ടികൾക്ക്, ഈ ഗെയിമിൽ സ്ഥിരമായിട്ട് കളിക്കുന്ന കുട്ടികൾക്ക് അതിൽ നിന്ന് മാറ്റം വരുത്താൻ സാധിക്കും. തോൽവി ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ കേരളം ഇപ്പോഴും ഇന്ത്യയുടെ ആത്മഹത്യാ കണക്കുകൾ എടുത്താൽ കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്ക് തോന്നുന്നു കേരളം ടോപ്പ് 5 ഒരിക്കലും താഴേക്ക് പോയിട്ടില്ല.
ടോപ്പ് 3 എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കാരണം ഇതാണ്, ഇപ്പം ഒരു ചെറിയ തോൽവി വരുമ്പോൾ കഴിഞ്ഞു എന്ന് തീരുമാനിക്കുന്നിടത്ത് നിന്ന് വേറൊരു രീതിയിൽ അപ്രോച്ച് ചെയ്യണം. ഇത് എൻ്റെ ജീവിതത്തിൽ വന്ന ചെറിയൊരു തോൽവി മാത്രമാണെന്നും ഞാനിതിനെ ഫേസ് ചെയ്യണമെന്നും ഞാനിതിനെ ഡീൽ ചെയ്യണമെന്നുള്ള ആ മൈൻഡ് സെറ്റ്, അതാണ് അറിവിനേക്കാളും വലിയ തിരിച്ചറിവ്. ഈ തിരിച്ചറിവുകളാണ് കുട്ടികൾക്ക് ക്വിസിലൂടെ കിട്ടേണ്ടത്. അപ്പോൾ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ പ്രത്യേകിച്ചും ഈ കളിക്ക് ഒന്ന് പ്രചാരം കൊടുക്കുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ എല്ലാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലും ഇത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ 2-3 പ്രാവശ്യം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ അതൊക്കെ നല്ലൊരു തുടക്കമായിരിക്കും. ഇത് അവിടെ ഒരു നല്ലൊരു ക്വിസ് ക്ലബ്ബ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അവർ ക്വിസുകൾ കളിക്കാൻ തുടങ്ങും, അവർ കളിപ്പിക്കാൻ തുടങ്ങും, അവരിൽ തന്നെ ക്വിസ് മാസ്റ്റർമാരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. നല്ല ചേഞ്ച് ഉണ്ടോ? ഇതൊരു 2 വർഷത്തെ സ്റ്റഡി നടത്തിയാൽ നമുക്ക് കാണാം ഓൺ എ ഗ്രേഡ് ഓഫ് 0 to 10 ഈ കുട്ടിയുടെ ഈ സ്വഭാവത്തിൽ എത്രമാത്രം മാറ്റം ഉണ്ടായി. അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ടു ഡീറ്റെയിൽ, ഫേസിങ് സക്സസ്. ഇപ്പോൾ തോൽവി ഫേസ് ചെയ്യുന്ന പോലെ തന്നെ സക്സസ്സും തലയ്ക്ക് പിടിക്കാൻ പാടില്ല. വളരെ കമ്പോസ്ഡ് ആയിട്ട് ജീവിതത്തിൽ തന്നെ വരുന്ന തോൽവികളും വിജയങ്ങളും നേരിടാൻ ഈ കുട്ടികൾക്ക് കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് കിട്ടും. ഇപ്പോൾ ഇന്നലെ ഇവിടെ സെഷൻ എടുത്തിട്ടുണ്ടായിരുന്ന സുകുമാരൻ എന്നൊരു എഴുത്തുകാരൻ പറയുന്നു, പണ്ട് ചെറുപ്പത്തിൽ ആള് സ്കൂളിൽ ഒരിക്കൽ ആളെ കള്ളനാക്കി, ചെറിയൊരു നിസ്സാര കുറ്റത്തിന് ആളെ കള്ളനാക്കി, സ്കൂളിൽ മുഴുവൻ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടായി എന്ന് പറഞ്ഞു. പക്ഷെ അതിനെ ആളെ നേരിട്ടത്, അയാളെ എഴുതി, അതുപോലെ തന്നെ സ്പോർട്സിൽ പ്രാവീണ്യം നൽകി, അങ്ങനെ സ്കിൽസിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ആ നെഗറ്റിവിറ്റി ആൾ മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ പലപ്പോഴും തോന്നുന്നത് ഈ പരാജയം സംഭവിക്കുന്ന പലരിലും അതിനെ നേരിടാനോ ആ പരാജയത്തിൽ തന്നെ തങ്ങി മാറി നിൽക്കുന്ന ഒരു പ്രവണത കാണും. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ പലപ്പോഴും ജാതീയമായിട്ടോ നിറത്തിൻ്റെ പേരിലോ ഒക്കെ അവർക്ക് സ്കില്ലുണ്ടായിട്ടും അവരെ മാറ്റി നിർത്തുന്ന ഒരു പ്രവണതയുണ്ട്. പക്ഷെ അതിനെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഇപ്പം കായിക മത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളെക്കാളും മുന്നിലായിട്ട് നമുക്ക് ക്വിസിന് കുറച്ചുകൂടി പ്രാധാന്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് സാറൊന്ന്. സത്യമാണ്, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവസാനം എത്തി നിൽക്കുന്ന ഒരേ സ്ഥലത്താണ്. ക്വിസ് എന്ന കളി അല്ലെങ്കിൽ അറിവിൻ്റെ കളികൾ കുറച്ചുകൂടി കുട്ടികളുടെ ഇടയിൽ പ്രചാരണം കൊടുക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ മാതിരി തോൽവികൾ വരുന്നത് നേരിടാൻ പഠിപ്പിക്കേണ്ടതുണ്ട്. അത് കൺവെൻഷണൽ രീതിയിൽ പലതും പരീക്ഷിച്ചെങ്കിലും ഒന്നും കാര്യമായിട്ട് വിജയം കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അതിൻ്റെ ഒരു റേറ്റ് കാണുന്നത്. അപ്പോൾ ഇതൊന്നും തീർച്ചയായും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. കാരണം ഇതിൽ അൾട്ടിമേറ്റ്ലി ഇതിൻ്റെ അകത്ത് യാതൊരു നഷ്ടവും വരാൻ പോകുന്നില്ല. ഈ പ്രോസസ്സിൽ ലാഭം മാത്രമേ ഉള്ളൂ. അതിൽ ആ ക്വിസ് ജയിക്കാൻ വേണ്ടി ഉള്ള പ്രിപ്പറേഷനിൽ കിട്ടുന്ന അറിവുകളും തിരിച്ചറിവുകളും, സയൻസ് ആവട്ടെ, സ്പോർട്സ് ആവട്ടെ, ലിറ്ററേച്ചർ ആവട്ടെ, ഈവൻ കരിയർ പോലും നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചില ഉറുമ്പുകളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഉണ്ട്, മെർമിക്കോളജി എന്ന് പറഞ്ഞ്. അതിൽ പോലും ഒരു കരിയർ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ്. ഇപ്പോൾ ചില കുട്ടികൾക്ക് അത് ഇഷ്ടമായിരിക്കും, ഇങ്ങനെ ഉറുമ്പുകളെയൊക്കെ നോക്കിയിരിക്കുന്ന ഇങ്ങനത്തെ സാധനം. അപ്പോൾ അതുപോലെ എനിക്ക് വേണമെങ്കിൽ കരിയർ ആക്കാം എന്നുള്ള മെസ്സേജ് ക്വിസിലൂടെ കിട്ടും. അതായത് 10,000 ശാസ്ത്രശാഖകളെ പരിചയപ്പെടുമ്പോഴായിരിക്കും ചിലപ്പോൾ കുട്ടിക്ക് തോന്നുന്നത് എനിക്കിത് പറ്റും എന്നുള്ളത്. ഇങ്ങനെയൊന്നും ഉണ്ട് എന്നുള്ള അറിവായിരിക്കും. നമുക്കിനി 5 മിനിറ്റ് കൂടിയാണ് ബാക്കി നിൽക്കുന്നത്. കാണികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ടുണ്ടോ? മറ്റൊരു കാര്യം കൂടി സാറിനോട് ചോദിക്കട്ടെ. ഇപ്പോൾ നമുക്ക് ഗോത്രമേഖലയിൽ താമസിച്ച് അവിടെ തന്നെ ആ ചുറ്റുപാടിൽ തന്നെ പഠിച്ചു വരുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ അവിടെ നിന്ന് മാറി എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക്, അതായത് നഗരങ്ങളിൽ മാറി താമസിക്കുന്ന അവിടുത്തെ ചുറ്റുപാടുകൾ മറ്റുള്ള കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിച്ചു വരുന്ന കുട്ടികളുമായിട്ടുള്ള ക്വിസ് പ്രോഗ്രാംസ് രണ്ടും കണ്ടക്ട് ചെയ്യുമ്പോൾ അവരുടെ ഒരു ആറ്റിറ്റ്യൂഡിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് സാറിന് ഫീൽ ചെയ്തിട്ടുണ്ടോ? അവരുടെ ഒരു മത്സര ബുദ്ധിയോടുള്ള മനോഭാവം എന്താണ്? അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്? ഡിഫറൻസ് എന്തായാലും ഉണ്ട്. കാരണം നമ്മൾ ഇപ്പോൾ പറയാറുണ്ട്, ഈ ചുറ്റുവട്ടത്ത് കാണുന്ന കാഴ്ചകളും ഈ ചുറ്റുവട്ടം വലുതാകുമ്പോൾ കാണുന്ന കാഴ്ചകളും നമ്മൾ പല സംസ്ഥാനത്ത്, ഇപ്പോൾ ഒരു സംസ്ഥാന തലത്തിലുള്ള ക്വിസ് മത്സരമാകുമ്പോൾ 14 ജില്ലകളിലെ കുട്ടികളും ഒന്നിച്ച് വരും. അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോഷർ അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആണ് അവർ പലതും പല കൾച്ചറുകളും അറിയുന്നതും പല പുതിയ കാര്യങ്ങളും ഈ കുട്ടികൾ ചെയ്യുന്നത് അറിയുമ്പോഴാണ് മനസ്സിലാവും ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നുള്ളത്. അപ്പം അതൊരു പ്രോസസ്സാണ്. അറിവ് എന്താ പറയുക, എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നേരെ മറിച്ച് അത്ര പോസിബിലിറ്റീസ് കിട്ടാത്ത കുട്ടികളുടെ ചിന്തകളും ചിന്താധാരകളും ഒക്കെ ഒരു പക്ഷേ ഇവരെ കമ്പയർ ചെയ്തിട്ട് വളരെ ലിമിറ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ ആയിക്കൊള്ളണം എന്നല്ല, പക്ഷേ നമ്മൾ ഒരു ശതമാന കണക്കെടുക്കുകയാണ്, തീർച്ചയായും കൂടുതൽ സാധ്യത ഇവർക്ക് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലനമായിട്ട് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റും കണ്ടുവരാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ ഈ മത്സരം എനിക്ക് ജയിക്കണം എന്നുള്ളൊരു വെറും വാശിയുണ്ട്. പക്ഷേ അതൊരു പോസിറ്റീവ് കോമ്പറ്റീഷനിലേക്ക് പോകണം എന്നുള്ള അറിവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം ചില കുട്ടികൾക്ക് അത് നെഗറ്റീവ്, ഞാൻ പല ക്വിസിലും തോറ്റിട്ട് ഇരുന്ന് കരയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്.
ഇതൊക്കെ മാറ്റിയെടുക്കണം. ഇത് അങ്ങനെ വരാൻ തന്നെ കാരണം അതൊരു കൾച്ചറായിട്ട് വരാതെ ആ കോമ്പറ്റീഷൻ മാത്രം, ജയം മാത്രം വേണം എന്നുള്ളൊരു ആഗ്രഹമാണ്. അപ്പം അതിന് വേണ്ടത് ആദ്യത്തെ അറിവ്, നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു ലോങ് ജേണിയാണ്. അതിൽ ഏതൊരാൾക്കും ജയവും പരാജയവും മാറി മാറി വരും എന്നുള്ള സിമ്പിളായിട്ടുള്ള അറിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ കുട്ടികൾ പഠിക്കും. ഞാൻ എപ്പോഴും പറയുന്നത് അറിവിനേക്കാൾ കൂടുതൽ തിരിച്ചറിവാണ് വേണ്ടതെന്നും കാഴ്ചയേക്കാൾ കൂടുതൽ ഉൾക്കാഴ്ച വേണമെന്നും. അപ്പോൾ ഇതൊക്കെ ഉള്ള സാധ്യതകൾ തുറന്നിടണമെന്നും, കോമ്പറ്റീറ്റീവ് സ്പിരിറ്റൊക്കെ ഒരു അറിവ് തന്നെയാണ്. ഇത് നന്നായിട്ട് ഞാൻ കോമ്പീറ്റ് ചെയ്യണമെന്നും, പക്ഷേ അവൻ ജയിച്ചാൽ മറ്റേയാളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നൊക്കെ അറിവ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള കുറേ കാര്യങ്ങൾ, അറിവും തിരിച്ചറിവും സംസ്കാരവും ഒക്കെ ഒന്നിപ്പിക്കാനും പല മെസ്സേജുകൾ കുട്ടികൾക്ക് സാമ്പ്രദായികമായി കൊടുക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് എഫക്റ്റീവായി കൊടുക്കാനും സാധിക്കും. പക്ഷേ ഇതൊരു വലിയൊരു മൂവ്മെൻറ്റ് വരണം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തികൾ ഇതിലേക്ക് വരണം, സംഘടനകൾ വരണം, ഇതിന് സപ്പോർട്ട് സിസ്റ്റം ആവശ്യമുണ്ട്. എല്ലാവരും കൂടി ഒത്തുപിടിച്ചാൽ എനിക്ക് തോന്നുന്നു ഇതൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ റിഫ്ലക്റ്റ് ചെയ്യുന്നു. ഇത്തരം പല പ്രശ്നങ്ങളും കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ നമ്മുടെ കൂടെ അരമണിക്കൂർ ക്വിസിൻ്റെ അനന്ത സാധ്യതകൾ ഗോത്രമേഖലയിൽ എന്ന വിഷയത്തെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അറിവിൻ്റെ ഒരു വലിയൊരു കടലാണ്, ഇനിയും നമുക്ക് സാറിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമയം പരിമിതമാണ്. അപ്പോൾ സാധാരണ ഒരു മത്സരത്തെക്കാളും ഒക്കെ ആയിട്ട് ക്വിസിൻ്റെ അനന്ത സാധ്യതകൾ വളരെ വലുതാണ്. ചെറിയ ചെറിയ പരാജയങ്ങളിലൂടെ എങ്ങനെയാണ് പരാജയങ്ങളെ നേരിടുക, പരാജയങ്ങളിൽ നിന്നും എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും, അതെങ്ങനെ അറിവിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു ഏരിയ തന്നെയാണ് ക്വിസ് എന്നുള്ളത്. സോ ഇത്രയും നേരം നമ്മുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ള സ്നേഹ സാറിനും അതുപോലെ തന്നെ സൗമ്യ ആൻഡ് സുരേന്ദ്രനും താങ്ക് യു.